ഉറുഗ്വേയുടെ മുൻ പ്രസിഡന്റ് ഹോസെ പെപ്പെ മുഹിഗ വിടവാങ്ങിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ഹോസെ മുഹിഗ, ഉറുഗ്വേ എന്ന രാജ്യത്തെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ നേതാവ്. മറ്റൊരു തരത്തിൽ അതായിരുന്നു മുഹിഗ. സൈനിക സ്വേച്ഛാധിപത്യത്തിൽ അമർന്നിരുന്ന ഉറുഗ്വേയെ ഗറില്ല പോരാട്ടങ്ങളിലൂടെ ജനാധിപത്യത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത് മുഹിഗയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പാർട്ടി അംഗങ്ങളായിരുന്നു. ക്യൂബൻ വിപ്ലവവും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും മുഹിഗ ഉൾപ്പെടെയുള്ള ഉറുഗ്വൻ യൗവനത്തെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിരുന്നു നാഷണൽ പാർട്ടിയുടെ അന്നത്തെ അണ്ടർഗ്രൗണ്ട് പോരാട്ടങ്ങൾ. ഉറുഗ്വേയിലും ജനാധിപത്യം എന്ന സ്വപ്നത്തിലേക്ക് മുഹിഗയെയും സംഘത്തെയും കൊണ്ടെത്തിച്ചത് ക്യൂബയും കാസ്ട്രോയും ചെഗുവേരയും ഒക്കെ തന്നെ. ജനാധിപത്യം സ്ഥാപിക്കാനുള്ള പോരാട്ടങ്ങൾക്കിടെ 15 വർഷത്തോളം ജയിൽ ജീവിതവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഹിഗയ്ക്ക്. 2020 ഒരു ഇൻ്റർവ്യൂവിൽ അന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുമുണ്ട് അദ്ദേഹം. 1935 മെയ് 20 ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടെവിഡിയോയിലാണ് മുഹിഗയുടെ ജനനം. കുടുംബത്തിന് ഉറുഗ്വേയുടെ രാഷ്ട്രീയ മണ്ഡലവുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം മുഹിഗയുടെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് ഓർക്കുന്നുമുണ്ട്. ഉറുഗ്വേയുടെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കിയ നേതാവ് എൻറിക് എറോ, അമ്മാവനായിരുന്ന ഏഞ്ചൽ കോർഡാനോ എന്നിവർ മുഹിഗയുടെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സ്വാധീനിച്ചിരുന്നു. 1956 21 വയസ്സിൽ എൻറിക് എറോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാഷണൽ പാർട്ടിയുടെ പ്രവർത്തകനായാണ് മുഹിഗ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് MLN ടുപ്പാമാരോ എന്ന ഗറില്ല ഗ്രൂപ്പിൽ ചേർന്നായി പ്രവർത്തനം. സൈനിക സ്വേച്ഛാധിപത്യത്തിൽ അമർന്ന ഉറുഗ്വേയുടെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ലക്ഷ്യം. പിന്നീട് 1985 ഉറുഗ്വേയിൽ ജനാധിപത്യം വന്നപ്പോഴാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. പിന്നീട് നാഷണൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. മൂവ്മെൻറ്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എന്ന സംഘടന രൂപീകരിച്ചായി പിന്നീടുള്ള പ്രവർത്തനം. 2010 മുതൽ 15 വരെ ഉറുഗ്വേയുടെ പ്രസിഡന്റായിരുന്ന കാലത്താണ് മുഹിഗ ലോക ശ്രദ്ധയിലേക്ക് വരുന്നത്. ഗർഭഛിദ്രവും സ്വവർഗ വിവാഹവും നിയമവിധേയമാക്കുന്നതുൾപ്പെടെ നിർണായകമായ നിരവധി തീരുമാനങ്ങൾ ഉറുഗ്വേ ഏറ്റെടുത്തത് മുഹിഗയുടെ കാലത്തായിരുന്നു. തൻ്റെ 5 വർഷത്തെ ഭരണം കൊണ്ട് ഉറുഗ്വേ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തൊഴിലവസരങ്ങളും കൃഷിയും വർദ്ധിച്ചു. വ്യവസായങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടി. വിദ്യാഭ്യാസം നേടിയവരുടെ എണ്ണം കൂടി. ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ മുന്നേറ്റമുണ്ടായി. ഇന്ന് 50,000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഉറുഗ്വേയുടെ പ്രതിശീർഷ വരുമാനം. പ്രസിഡന്റായിരുന്ന 5 വർഷക്കാലവും അദ്ദേഹം പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിൽ ഭാര്യയോടൊത്ത് അതുവരെ ഉണ്ടായിരുന്ന ജീവിതം തുടരാനാണ് മുഹിഗ ഇഷ്ടപ്പെട്ടത്. ഒഴിവു സമയത്ത് കൃഷിയും പൂന്തോട്ടം പരിചരിക്കലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം. പ്രസിഡന്റിൻ്റെ ശമ്പളം ഭൂരിഭാഗവും നിർധനർക്കും അനാഥാലയങ്ങൾക്കും വിതരണം ചെയ്തിരുന്ന മുഹിഗ പൂക്കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ തന്നെയാണ് ജീവിക്കാനും ആശ്രയിച്ചിരുന്നത്. ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് ഹോസെ മുഹിഗയെ പ്രതിപക്ഷ കക്ഷികൾ പോലും വിശേഷിപ്പിച്ചതിൻ്റെ കാരണം അതാണ്. My definition of poor are those who need too much, because those who need too much are never satisfied. ആവശ്യങ്ങൾക്ക് അറുതിയില്ലാത്തവരാണ് ദരിദ്രർ എന്നാണ് എൻ്റെ പക്ഷം. ആവശ്യങ്ങൾക്ക് അവസാനമില്ലാത്തവർ ഒരിക്കലും തൃപ്തരാവുന്നുമില്ലല്ലോ. ഞാൻ ദരിദ്രനായ പ്രസിഡൻ്റല്ല, ശാന്തനായ പ്രസിഡൻ്റാണ് എന്നാണ് ദരിദ്രൻ പ്രസിഡന്റ് എന്ന ഈ വിശേഷണത്തിന് മുഹിഗയുടെ മറുപടി. ലാളിത്യത്തിൻ്റെ മിനിമലിസത്തിൻ്റെ അംബാസഡറായിരുന്ന സദാ ചിരിച്ച മുഖവുമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മുഹിഗ, ജീവിക്കാൻ എനിക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ജീവിച്ചതുപോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്, അദ്ദേഹം പറയുന്നു. ഉറുഗ്വേ എന്ന സാധാരണ രാഷ്ട്രത്തെ സ്വന്തം ജീവിതം കൊടുത്ത് ജനാധിപത്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ച നേതാവാണ് കടന്നു പോകുന്നത്. ഹസ്തെ സിയംപ്രെ മുഹിഗ.